എൽസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിളിമീൻ്റെ കറിയാണ്. ഇത് ഉപ്പും വിനാഗിരി ഒക്കെ ചേർത്ത് നല്ല വൃത്തിക്ക് കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഒരു ചട്ടി വെച്ചു. ചട്ടി ചൂടാകട്ടെ. ഇതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. രണ്ട് തണ്ട് കറിവേപ്പില ഇടുക. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി വഴണ്ടി വരുമ്പോൾ നമ്മൾ മസാലകൾ ചേർക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. മൂത്ത് വരുന്നുണ്ട്. നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. 4 കഷ്ണം പുളിയാണ്. അത് നമുക്ക് ഒഴിക്കാം. നമുക്ക് എണ്ണ തെളിഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇത് കല്ലുപ്പാണ്. നമ്മൾ കൈകൊണ്ട് നമുക്ക് ഒരളവിന് ഉപ്പിടുകയാണ്. നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല മൂത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം പറക്കിയിടാം. ഇനി ഇത് ഇളക്കാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ വെക്കുക നമ്മൾ. ഇനി 20 മിനിറ്റ് മീൻ വേകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇനി ഇത് ഇളക്കാൻ പാടില്ല. ചട്ടി ചുറ്റിച്ചു കൊടുക്കേ ആകാവൂ. മീൻ അടച്ചു വെക്കാം.
മീൻകറി വെന്ത് ശരിയായി. ഇനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നല്ലപോലെ തിളച്ചു വെന്തു. നല്ല എണ്ണ തെളിഞ്ഞിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിതിലിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. 2 തണ്ട് കരിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇടുകയാണ്. ഓഫ് ചെയ്യുകയാണ്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.